നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയം വേണ്ടിനിയും. നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയം വേണ്ടിനിയും. നന്മ ചെയ്തു നാട്ടിൽ പാർക്കും നമുക്ക് ദൈവ സേവ ചെയ്യാം. നന്മ ചെയ്തു നാട്ടിൽ പാർക്കും നമുക്ക് ദൈവ സേവ ചെയ്യാം. ആശ്രയിക്കാം അവനിൽ മാത്രം, ആഗ്രഹങ്ങൾ തരുമവൻ. ആശ്രയിക്കാം അവനിൽ മാത്രം, ആഗ്രഹങ്ങൾ തരുമവൻ. നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയം വേണ്ടിനിയും. നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയം വേണ്ടിനിയും. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. പ്രഭാത സമയത്ത് വീണ്ടും ദൈവദിനമാണ് നിങ്ങളെ സമീപിപ്പാൻ ദൈവർക്ക് തന്ന വിലപ്പെട്ട അവസരത്തിനാണ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ലോക ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ആവശ്യമായിരിക്കുന്നത് ദൈവാശ്രയമാണ്. എന്നാൽ ദൈവം നമ്മളോട് പറയാണ്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്ത് ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക. 37-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നന്മ ചെയ്ത് നാട്ടിൽ പാർത്ത് നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ഗുണം ദൈവമായ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. നന്മ എന്നുള്ളത് ദൈവത്തിനുള്ളതും തിന്മ സാത്താൻ്റേതുമാണ്. രണ്ട് പ്രേരക ശക്തികളാണിത്. എന്നാൽ ഏതിൽ ജയിക്കും ഏതിൽ പരാജയപ്പെടും എന്ന വ്യക്തികളുടെ തീരുമാനം അനുസരിച്ചായിരിക്കും. ജന്മദിനത്തെ ശപിച്ച ഒരു വ്യക്തിയാണ് ഇയ്യോബ്. എങ്കിലും തൻ്റെ വായിൽ മൊഴി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇയ്യോബിൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു, നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞപ്പോൾ ഇയ്യോബിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. നാം ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ? അതാണ് ഞാൻ ഓർപ്പിച്ചത്. നന്മ ദൈവത്തിൻ്റേതും തിന്മ സാത്താൻ്റെയുമാണ്. അപ്പോൾ തിന്മയാണ് അവന് ഭവിച്ചത് ഒക്കെയും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. ഇവിടെ തിന്മയുടെ ഉറവിടമായ സാത്താനാണ് ഇയ്യോബിനെ പരീക്ഷിക്കുകയും അവൻ്റെ എല്ലാ നന്മകളും നശിപ്പിച്ചത്. ദൈവം കൊടുത്ത നന്മയെല്ലാം നശിപ്പിച്ചു കളഞ്ഞത് പിശാചാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ സാധിക്കത്തില്ല എന്ന് നമുക്ക് അതിനകത്ത് കൂടെ ദൈവദിനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. എന്നാൽ ഇനി നന്മ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് എന്നുള്ള ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയം മറ്റുള്ളവരുടെ ദുഃഖത്തിലും പ്രയാസത്തിലും അവരോട് മനസ്സലിവും കരുണയും തോന്നിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യുവാൻ കൊണ്ട് സാധിക്കത്തുള്ളൂ. യേശുവിൻ്റെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ മനസ്സ് നമുക്കുണ്ടായിരിക്കണം. പല വേദഭാഗങ്ങളിൽ നാം വായിക്കാറുണ്ട് യേശു മനസ്സലിഞ്ഞ് പ്രവർത്തിച്ച വിഷയങ്ങൾ. അതുപോലെ കരുണയുണ്ടായിരിക്കണം. ദൈവം നമ്മോട് കരുണ കാണിച്ചതിനാൽ നാം നിലനിൽക്കുന്നത്. പിന്നെ ദയ ഉണ്ടായിരിക്കണം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ എന്ന വിലാപങ്ങളുടെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. യേശു ജനത്തെ കണ്ടപ്പോൾ അവർ യേശുവിലേക്ക് ഓടിക്കൂടുന്ന കണ്ടപ്പോൾ അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരോട് ഉപദേശിക്കുന്നതായി നമുക്ക് തിരുവചനത്തിൽ കൂടെ കാണാം. പ്രിയ ശ്രോതാക്കളെ, നാമും ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കീഴ്പ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും അവരുടെ വിഷയങ്ങളിൽ നമുക്ക് കരുണയും മനസ്സലിവും തോന്നുവാനും കാരണമായി തീരും. ദൈവത്തിൽ പറയുന്നത് നന്മ ചെയ്യുന്നുവെങ്കിൽ അതിന് യോഗ്യരായവർക്ക് നൽകണം. ഈ കാലങ്ങളിലൊക്കെയും പലരും നന്മ ചെയ്യാറുണ്ട്. അതൊക്കെയും അതിന് യോഗ്യരാർക്കാണോ കൊടുക്കുന്നതെന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മൾ മനസ്സലിഞ്ഞതിനാണ് നമുക്ക് രക്ഷയുണ്ടായത്. ലൂക്കോസിന് സുവിശേഷം 6-ാം അധ്യായം 36 അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവ് ഉള്ളവർ ആകുവീൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7 പറയുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. എബ്രായറിൻ്റെ
പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യം, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി അതിധൈര്യത്തോട് കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 13 പറയുന്ന യാഗത്തിലല്ല കരുണയിൽ അത്രേ പ്രസാദിക്കുന്നത്. മീഖയുടെ പുസ്തകം 6-ാം അധ്യായം 8 പറയുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും ദൈവസന്നിധി താഴ്മയോട് നടക്കുവാനോ അല്ലാതെ എന്താകുന്നു യഹോവ ചോദിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരോട് കരുണയും ദയയും മനസ്സലിവും തോന്നണമെങ്കിൽ ഈ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം നമ്മളുണ്ടായിരിക്കണം. കരുണയുള്ളവർക്ക് കരുണയോടുകൂടിയ ന്യായവിധി ഉണ്ടാകുമെന്ന് ദൈവജനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാം ആരോടെങ്കിലും നമുക്ക് ഒരു മനസ്സലിവും കരുണയും തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവജനം അങ്ങനെയാണല്ലോ പറയുന്നത്, അനുയോഗ്യരായവർക്ക് നിങ്ങൾ നൽകണം. ഈ കാലങ്ങളിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടി ഒരു സ്കൂൾ ബാഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് പത്രത്തിലെല്ലാം കാണാൻ സാധിക്കും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചെറിയ സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ അത് ലോകം മൊത്തം ഫേസ്ബുക്കിൽ കൂടെ കാണുവാൻ കൊണ്ട് സാധിക്കും. ഇതൊന്നുമല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് നമ്മളോട് കരുണ തോന്നിയതുപോലെ നമുക്ക് മറ്റുള്ളവരോട് കരുണ തോന്നി, മനസ്സലിവ് തോന്നി അവരോട് നമുക്ക് അടുത്ത് ചെല്ലുവാനും അവരുടെ വിഷയങ്ങളിൽ പങ്കാളികളായി തീരുവാനും കർത്താവ് സഹായിക്കട്ടെ. യേശുക്രിസ്തു ലാസറിൻ്റെ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ അവരുടെ കരച്ചിൽ കണ്ട് യേശു കണ്ണുനീർ വാർത്തു നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഓരോ വിഷയങ്ങൾ മനസ്സിലാക്കി അവരുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് നമ്മുടെ ഒരു വിഷയമായിട്ട് തന്നെ അത് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരോട് മനസ്സലിവ് നമുക്ക് തോന്നത്തുള്ളൂ. അനേക കഷ്ടങ്ങൾ കൂടെയും പ്രയാസം കൂടെയും ഒക്കെയും കടന്നു പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ചിന്തിക്കാറില്ല. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും അവർക്കും ഇതൊക്കെയും ആവശ്യമാണെന്നും ഒക്കെയും മനസ്സിലാക്കി അവരോട് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചും മനസ്സലിവിനെക്കുറിച്ചും കരുണയെക്കുറിച്ചും നമ്മൾ അറിയിക്കുന്നുവെങ്കിൽ ആ ദൈവത്തെങ്കിലേക്കും അവരടുത്ത് വരുവാൻ കൊണ്ട് സഹായിക്കും. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, നന്മ ചെയ്ത് ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. അത് നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്. കാരണം നന്മ ചെയ്തില്ലെങ്കിൽ ആൾക്കാരെന്ത് പറയും, ഈ അറുത്ത കൈക്ക് ഉപ്പിടാത്ത വ്യക്തിയാണെന്ന് പറയും. ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യുന്നെങ്കിൽ അത് വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നെങ്കിൽ അതിനൊക്കെയും സ്വർഗത്തിൽ പ്രതിഫലമുണ്ടാകും, നമുക്ക് കരുണയുണ്ടാകും. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെയും കരുണയോടുകൂടിയ ന്യായവിധി ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അതാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോടും വിനയത്തോടും ഭക്തിയോടും കൂടെ ജീവിപ്പാൻ തോന്നണം. സർവശക്തനായ കർത്താവ് സഹായിക്കട്ടെ. നന്മ ചെയ്ത് നാട്ടിൽ പാർക്കാം, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക. യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആകയാൽ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക. അപ്പോൾ യഹോവയിൽ ആദ്യമേ നമ്മുടെ ആശ്രയം വെച്ചുകൊണ്ട് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് പറയാനിടയായ ദൈവത്തിന് എന്നോട് മനസ്സലിവും കരുണയും ദയയും ഉണ്ടായതുകൊണ്ടാണ് ഞാനിന്ന് നിലനിൽക്കുന്നത്. അത് ആ വലിയ കാര്യം മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കി കൊടുക്കുവാൻ കാരണം നാമും ദേശത്ത് യഹോവയിൽ ആശ്രയിച്ച് ദേശത്ത് പാർത്ത് വിശ്വസ്തയോട് മുന്നേറുവാൻ തക്കണം. സർവശക്തനായ കർത്താവ് സഹായിക്കട്ടെ. അതാണ് ഈ ലോകത്തിൽ നമുക്ക് ചെയ്യുവാൻ തക്കൊണ്ട് ഈ നിത്യതയിൽ അത് നമുക്കൊക്കെ ഒരു മുതൽക്കൂട്ടായിരിക്കും. അതല്ലാതെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്യുന്നതൊക്കെയും ഇവിടെ തന്നെ അതിൻ്റെ എല്ലാം കിട്ടിക്കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആകയാൽ വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യാം, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ദാസിയെന്നുള്ള ആ വിളിക്ക് ഓഹരിക്കാരായി തീരുവാൻ സർവശക്തനായ കർത്താവ് നമ്മുടെ എവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ. ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മുഖത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ തക്കണം. സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ കൃപയും നാം മുടിഞ്ഞു പോകാതിരിക്കുക ദൈവത്തിൻ്റെ ദൈവം ഒന്ന് മാത്രമാണെന്ന് മനസ്സിലാക്കി ഓരോ ദിവസവും ദൈവത്തിൻ്റെ താഴുവാനും വിനയപ്പെടുവാനും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് മീഖയുടെ പുസ്തകത്തിൽ പറയുന്നതാണ്. താഴ്മയോടും നടപ്പാനല്ലാതെ ഞാൻ എന്താണ് എന്നോട് ചോദിക്കുന്നത്. ആകയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് താഴ്മയോടും വിനയത്തോടും അനുസരണത്തോടും ഭയത്തോടും ഭക്തിയോടും കൂടി ചെയ്യുവാൻ സർവശക്തനായ കർത്താവ് നമ്മളെ ചെയ്ത് സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദൈവത്തിൻ്റെ വചനം എല്ലാ രീതിയിലും നമുക്ക് അനുഗ്രഹമായി തീരുവാൻ നോക്കണം. ഏൽപ്പിച്ചു കൊടുക്കാം, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം നമ്മളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.